ഹായ് ഹലോ ക്രിയേറ്റിവിറ്റിയിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മോർണിംഗ് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഗാർഡനിൽ കുറച്ച് ജോലിയായിട്ട് ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ ഈ ക്ലൈമറ്റിൽ ചെടികൾക്ക് വെള്ളമൊന്നും നനച്ചു കൊടുക്കാത്തത് കൊണ്ട് ചെടികളെല്ലാം നമ്മളൊന്ന് തുറിച്ചാണ് നോക്കുന്നത്. അങ്ങനെ ഗാർഡനിലുള്ള എല്ലാ ചെടികളെയും ഒന്ന് കുളിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ഇന്ന് ചെടികൾക്ക് വെള്ളം നനപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു 6 വർഷത്തിന് മുമ്പ് നടന്ന ഒരു മെമ്മറീസ് എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ ഈ വീട്ടിൻ്റെ മുറ്റത്ത് ഗാർഡൻ സെറ്റ് ചെയ്യാൻ മുമ്പ് ചെടികളെല്ലാം കളക്ട് ചെയ്തത് കൂടുതൽ വീടുകളിലായിരുന്നു. നഴ്സറിയിൽ പോയിട്ട് ചെടികൾ കളക്ട് ചെയ്തത് വളരെ ചുരുക്കമാണ്. അങ്ങനെ ഈ വീടുകളിൽ നിന്ന് ചെടികൾ കളക്ട് ചെയ്യുമ്പോൾ അവർ കൂടുതലും പറയാറുണ്ട്, ഇവിടെ ഇല്ലാത്ത ചെടികൾ നിന്റെ വീട്ടിൽ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നേക്കണേ എന്ന് പറയുമായിരുന്നു. നമ്മൾ വീടുകളിൽ പോയി കളക്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ വീടുകളിലും ചെടി മേടിക്കാൻ വരുന്നവരുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കാൻ എൻ്റെ സ്വന്തം ശ്രമം ഇരുന്നാൽ മാത്രം പറ്റൂല. അടുത്തുള്ള വീടുകളിൽ ചെടികൾ ചോദിക്കുമ്പോൾ അവർ ചെടികൾ തന്നാലേ ഇങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വലിയ പൈസ കൊടുത്ത് ചെടികളെല്ലാം മേടിച്ച് വെക്കേണ്ടത് വരും. ചില ചെടികളുണ്ട് കേട്ടോ, നല്ല എക്സ്പെൻസീവ് ഉള്ള ചെടികളായിരിക്കും. വീടുകളിൽ നിന്ന് ചുമ്മാ കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്കത് വളരെ സന്തോഷമാണ് കേട്ടോ. ഇതാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ CC പ്ലാന്റ് ഒരു വീട്ടിൽ നിന്ന് ഒരു ചെറിയൊരു കമ്പ് തന്നതാണ് കേട്ടോ. അതിൽ നിന്ന് പൊടിപ്പിച്ച് ഞാൻ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ CC പ്ലാന്റിന് ഇല വെച്ചിട്ട് നമുക്ക് പുതിയ പ്ലാന്റ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്തേക്കാമേ. ഗാർഡനിലുള്ള വർക്ക് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മോനെ കൊണ്ട് സ്കൂളിൽ അയക്കായിരുന്നു. ക്രിസ്മസിന്റെ ലീവ് കഴിഞ്ഞതിന് ശേഷം സ്കൂളിലേക്ക് പോകാൻ വലിയ ഉഷാറില്ല പുള്ളിക്ക്. ഇനി 2 ദിവസത്തിൽ പുള്ളിക്കാരൻ ക്ലിയർ ആയിക്കൊള്ളും. ഞങ്ങളെ പറമ്പിൽ കിടക്കുന്ന വേസ്റ്റ് ബോട്ടിൽസ്, അങ്ങനെ വേസ്റ്റ് തിങ്സുകളെല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ കളക്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനുള്ള ന്യായമായിട്ടുള്ള ക്യാഷ് നമുക്ക് തന്നിട്ട് പോയായിരുന്നു. അങ്ങനെ ഇന്ന് വീട്ടിലുള്ള പച്ചക്കറി മേടിക്കേണ്ട പൈസ കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ട് ഇന്നത്തെ മോർണിംഗ് വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ട് ട്രാവൽ ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് കാണാമേ. ടാറ്റാ ബൈ, സീ യു.